ഹായ്, എല്ലാവർക്കും CC ലാബിലേക്ക് സ്വാഗതം. ചിത്രകലയിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ സെഷനിൽ സംസാരിക്കുന്നത്. ചിത്രകലാ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി നിലവിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ളൊരു മേഖലയായതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സാധ്യതകളുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ചിത്രകലാ അഭിരുചിയുള്ള ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ മേഖലയിൽ എന്തൊക്കെ അവസരങ്ങളും സാധ്യതകളുമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചിട്ട് വളരെ പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്. അതുകൊണ്ട് തന്നെ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഉപരിപഠനത്തിനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് ഉപരിപഠനത്തിനായി അവസരങ്ങളുള്ളത്? ഇതിൽ പ്രധാനപ്പെട്ട 5 എണ്ണം ഇവയാണ്: NID, NIFT, IITയിലുള്ള ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സ്, ആർക്കിടെക്ചർ, BFA. ഈ പറഞ്ഞതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് NID ആണ്. ഇന്നത്തെ ഈ സെഷനിൽ മുഴുവനായിട്ട് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് NIDയെ കുറിച്ചിട്ടാണ്. കാരണം NID പോലുള്ള ഒരു പ്രീമിയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് തന്നെ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിത്രകലാ അഭിരുചിയുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ? അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയൽ, കമ്മ്യൂണിക്കേഷൻ, ടെക്സ്റ്റൈൽ, IT ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ എന്നിവയ്ക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് NID. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയ്ക്ക് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനം കൂടിയാണ് NID. NIDയിലെ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഘടന എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ് ഡിസൈൻ സ്റ്റുഡിയോകൾ, സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബുകൾ, ഡിസൈൻ പ്രോജക്റ്റുകളും ഫീൽഡ് അനുഭവങ്ങളും എന്നിവയുടെയൊക്കെ ഒരു സംയോജനമാണ്. അതുപോലെ ഇവിടുത്തെ ഡിസൈൻ പഠനത്തോടൊപ്പം തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സിൻ്റെ ഭാഗമായി ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുവായ അവബോധം വർദ്ധിപ്പിക്കാനും അതിരുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തിനും NIDയിൽ സാധ്യമാകുന്നു. NIDയുടെ ക്യാമ്പസുകൾ ഏതൊക്കെയാണ്? NIDയിലെ ക്യാമ്പസിൽ എന്തൊക്കെ പ്രോഗ്രാമുകളാണുള്ളത്? ഇവിടെയുള്ള ഓരോ പ്രോഗ്രാമിനും എത്ര സീറ്റുകൾ വീതമാണുള്ളത്? NIDയിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ഉണ്ട്. NIDയുടെ പ്രധാന സെൻ്ററായിട്ടുള്ള അഹമ്മദാബാദിൽ ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങും മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈനിങ് കോഴ്സും ഉണ്ട്. NIDയുടെ ഗാന്ധിനഗർ, ബാംഗ്ലൂരു സെൻറ്ററുകൾ PG ക്യാമ്പസുകളാണ്. NID സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റുകൾ ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം എന്നിവിടങ്ങളിലാണ്. NIDയുടെ എല്ലാ സെൻറ്ററുകളിലേക്കും ഒരുമിച്ചിട്ടാണ് അഡ്മിഷൻ ടെസ്റ്റ് നടത്താറുള്ളത്. ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങിൽ അഹമ്മദാബാദ് സെൻറ്ററിലെ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് സെക്ഷനിൽ ആനിമേഷൻ ഫിലിം ഡിസൈനിങ്ങിൽ 19 സീറ്റ്, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ 19, എക്സിബിഷൻ ഡിസൈനിങ്ങിൽ 13, ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ 13. ഇങ്ങനെ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസൈനിങ് സെക്ഷനിൽ ടോട്ടലായിട്ട് 64 സീറ്റുകളാണുള്ളത്. ഫാക്കൽറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് സെക്ഷനിലെ പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിൽ 19, സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈനിങ്ങിൽ 13, ഫേർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ 13. അങ്ങനെ ടോട്ടൽ 45 സീറ്റുകൾ. ഫാക്കൽറ്റി ഓഫ് ടെക്സ്റ്റൈൽ, അപ്പാരൽ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ആക്സറി ഡിസൈനിങ് സെക്ഷനിലെ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ ടോട്ടൽ 19 സീറ്റുകളാണുള്ളത്. അങ്ങനെ ടോട്ടൽ BD സീറ്റുകൾ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങിൽ 64, ഫാക്കൽറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിൽ 45, ഫാക്കൽറ്റി ഓഫ് ടെക്സ്റ്റൈൽ, അപ്പാരൽ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ആക്സറി ഡിസൈനിങ്ങിൽ 19. അഹമ്മദാബാദിലെ ബാച്ചലർ ഓഫ് ഡിസൈനിങ് കോഴ്സിനുള്ള ടോട്ടൽ സീറ്റുകൾ 128 ആണ്. NIDയുടെ മറ്റ് സെൻറ്ററുകളാണ് NID വിജയവാഡ, ഭോപ്പാൽ, കുരുക്ഷേത്ര, NID ജോറാത്ത്. കോഴ്സ് നെയിം ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിൽ 25 സീറ്റ്, ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈനിങ്ങിൽ 25, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങിൽ 25. അങ്ങനെ ടോട്ടൽ ഒരു സെൻറ്ററിൽ 75 സീറ്റുകളാണുള്ളത്. അങ്ങനെ 4 സെൻറ്ററുകളിലും കൂടി ടോട്ടൽ വരുന്നത് 300 സീറ്റുകളാണുള്ളത്. ബാച്ചലർ ഓഫ് ഡിസൈനിങ് കോഴ്സിന് അഹമ്മദാബാദിലടക്കമുള്ള 5 സെൻറ്ററുകളിലും കൂടി ഇപ്പോഴുള്ള ടോട്ടൽ സീറ്റ് 428 ആണ്. NIDയുടെ PG ക്യാമ്പസുകളായിട്ടുള്ള അഹമ്മദാബാദ്, ഗാന്ധിനഗർ, ബാംഗ്ലൂരു ഇവിടങ്ങളിലാണ് മാസ്റ്റർ ഓഫ് ഡിസൈനിങ് കോഴ്സ് ഉള്ളത്. ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങിൽ 76 സീറ്റ്, ഫാക്കൽറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിൽ 100 സീറ്റ്,
ഫാക്കൽറ്റി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് 76, ഫാക്കൽറ്റി ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി ഡിസൈൻ സ്റ്റഡീസ് 38, ഫാക്കൽറ്റി ഓഫ് ടെക്സ്റ്റൈൽ അപ്പാരൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ആക്സറി ഡിസൈനിങ്ങിൽ 57. NADയിലെ മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈനിങ് കോഴ്സിന് നിലവിലുള്ള ടോട്ടൽ സീറ്റുകൾ 347 NADയിലെ കോഴ്സ് ഡ്യൂറേഷൻ ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങിന് 4 വർഷവും മാസ്റ്റർ ഓഫ് ഡിസൈനിങ്ങിന് 2.5 വർഷവുമാണ്. ഇനി എന്തൊക്കെയാണ് NADയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകൾ എന്നുള്ളത് നോക്കാം. NADയുടെ എല്ലാ പ്രോഗ്രാമുകളിലേക്കുമുള്ള അഡ്മിഷൻ 2 സ്റ്റേജുകളിലായി നടത്തപ്പെടുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കാൻഡിഡേറ്റ്സിൻ്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. 2 സ്റ്റേജുകളിലും കൂടി കാൻഡിഡേറ്റ്സിൻ്റെ നോളജ്, സ്കില്ല്, ബിഹേവിയറൽ എബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നു. സ്റ്റേജ് 1 ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രിലിംസ്, സ്റ്റേജ് 2 ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയിൻ. സ്റ്റേജ് 2-ൽ സ്റ്റുഡിയോ ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്റ്റേജ് 1-ൽ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ സ്റ്റേജ് 2 ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയിൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. NAD എക്സാം എഴുതുന്നതിനുള്ള ഏജ് ലിമിറ്റ് ജനറൽ സെക്ഷനുള്ള അപ്പർ ഏജ് ലിമിറ്റ് 20 ഇയേഴ്സും OBC NCL SC STക്ക് 23 ഇയേഴ്സുമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. +2-ൽ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും NAD എൻട്രൻസ് എക്സാം എഴുതാവുന്നതാണ്. +2 ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി. കാൻഡിഡേറ്റ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ഇവിടത്തേക്കുള്ള അഡ്മിഷൻ. ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിൻ്റെ പ്രിലിംസ് എക്സാം ഇതുപോലെയാണ്. എക്സാം ഡ്യൂറേഷൻ 3 hours ആണ്. നെഗറ്റീവ് മാർക്കില്ല. പ്രിലിംസിന് ചെക്ക് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ്. പ്രിലിംസ് എക്സാം പേപ്പർ 2 പാർട്ടുകളായിട്ടാണ് ഉണ്ടാവുക. പാർട്ട് 1-ൽ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ വെയിറ്റേജ് 70 മാർക്കാണ്. ആൻസർ മാർക്ക് ചെയ്യേണ്ടത് OMR ഷീറ്റിലാണ്. പാർട്ട് 2-ൽ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ വെയിറ്റേജ് 30 മാർക്കും. അങ്ങനെ BDES പ്രിലിംസിൻ്റെ ടോട്ടൽ മാർക്ക് 100 BDES മെയിൻ എക്സാം പാറ്റേൺ സ്റ്റേജ് 1 ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമേ സ്റ്റേജ് 2 മെയിൻ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. മൾട്ടിപ്പിൾ ഫോർമാറ്റിലുള്ള ഒരു ടെസ്റ്റിംഗ് സിസ്റ്റമാണ് സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാവുക. ഇൻക്ലൂഡിംഗ് ഡ്രോയിങ് ഓർ സ്കെച്ചിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഹാൻഡ്സ് ഓൺ മോഡൽ മേക്കിംഗ് ഓർ പ്രസൻറ്റേഷൻ, കാൻഡിഡേറ്റ്സ് ഇൻ്റർപേഴ്സണാലിറ്റി സ്കിൽ ഓർ സോഷ്യൽ സ്കിൽ തുടങ്ങി കാൻഡിഡേറ്റ്സിൻ്റെ ഓൾറൗണ്ട് എബിലിറ്റീസും വിലയിരുത്തപ്പെടുന്നു. NADയുടെ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഏതൊക്കെ ടോപ്പിക്കുകളാണ് പരിചയപ്പെടേണ്ടത്? ചിത്രകലാ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വളരെ നേരത്തെ പരിചയപ്പെടുന്നത് അവരുടെ കരിയറിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം മിക്ക കുട്ടികളും ട്രെയിൻ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ശീലിക്കപ്പെടുന്നത് ഒരു നോർമൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ലെവലിലുള്ള ഒരു പാറ്റേണും ശൈലിയുമാണ്. അതുപോലെ വർഷങ്ങളായി ഫോട്ടോ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു വരുന്ന മിക്ക കുട്ടികൾക്കും മികച്ച രീതിയിലുള്ള ക്രിയേറ്റീവ് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുന്നത് കാണാറില്ല. അതിനാൽ ചിത്രകലാഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഏതൊക്കെ മേഖലകളാണ് പരിചയപ്പെടേണ്ടത്? അവ ഏതൊക്കെയാണെന്ന് ചുരുക്കി പറയാം. ഡ്രോയിങ് ഫണ്ടമെൻ്റൽസ്, ഡെവലപ്പിംഗ് ഒബ്സർവേഷൻ സ്കിൽ, മെമ്മറി ഡ്രോയിങ്, പേഴ്സ്പെക്റ്റീവ് ആൻഡ് ഫോർഷോർട്ടനിങ്, എക്സസൈസ് ഓൺ ഇമാജിനേഷൻ, പ്രാക്ടീസ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ഡെവലപ്പ് യുവർ ഓൺ സ്കെച്ചിങ് സ്റ്റൈൽ, ഡിസൈൻ തിയറി, എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, പ്രിൻസിപ്പിൾസ് ഓഫ് കോമ്പോസിഷൻ, ഫോം ആൻഡ് ഫങ്ഷൻ, കളർ സൈക്കോളജി ആൻഡ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, pattern and texture, usage of color in compositions, understanding light and shade, 3D visualization, natural and geometrical form, creative thinking and writing, imagination and doodling, picture analysis, lateral thinking, lettering, use of measurement, scale and proportions, study of expression and emotion, visual logic, numerical ability or reasoning ability, update the current affairs, analytical reasoning, visual reasoning, verbal, reading comprehension, para jumbles, GK, general awareness on all forms of art and culture. പറഞ്ഞു വരുന്നത് ഒരു നോർമൽ ലെവലിലുള്ള ഡ്രോയിങ് സ്കില്ലുമായി NADയുടെ 2 സ്റ്റേജിലായിട്ടുള്ള ടെസ്റ്റുകൾ കടന്നു പോകുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായ കാര്യമാണ്. ഇനി ഇതിനായി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് ടിപ്സുകൾ പറയാം. ഡെയിലി സ്കെച്ചിങ്. ഒരു സ്കെച്ച് ബുക്ക് കരുതുക. ചുറ്റുപാടും കാണുന്ന ദൃശ്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക.
ചുറ്റുപാടും കാണുന്ന ഓരോ വസ്തുക്കളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഷേപ്പ്, നിറം, ടെക്സ്ചർ തുടങ്ങിയ കാര്യങ്ങൾ പകർത്തുക. ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ കൂടി കണ്ടുകൊണ്ട് പെൻസിൽ സ്കെച്ച് ചെയ്യുക. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആക്ഷൻ ഡ്രോയിങ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വ്യത്യസ്ത മൂവിങ് പോസുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ വളരെ ഫാസ്റ്റായിട്ടുള്ള പെൻസിൽ സ്ട്രോക്കുകൾക്കാണ് പ്രാധാന്യം. അല്ലാതെ അതിനെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ഫോട്ടോ റിയലിസ്റ്റിക് സ്റ്റൈലിൽ പകർത്തുന്നതിനല്ല. പ്രൊഡക്റ്റ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെയിലി ഒരു പ്രൊഡക്റ്റ് സ്റ്റഡി ചെയ്യുക, അതിനതേപോലെ പകർത്തുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോപ്പിൻ്റെ കവർ എടുക്കുകയാണെങ്കിൽ കൃത്യമായ പേഴ്സ്പെക്റ്റീവ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനതേപോലെ പകർത്തുക. അപ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ്, നിറം, അതിൻ്റെ മുകളിലുള്ള ടെക്സ്റ്റ് അലൈൻമെൻറ്റ്, ലോഗോ, ക്യാപ്ഷൻ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും സാധിക്കും. ക്യാരി എ ക്യാമറ. ക്യാമറ കണ്ണിൽ കൂടി കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ സാധാരണ കണ്ണുപയോഗിച്ച് കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ സാധ്യമാകുന്നു. ഇങ്ങനെ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ദൃശ്യങ്ങളിൽ കൂടി ചുറ്റുപാടുകളെ കൂടുതൽ സൂക്ഷ്മമായും ഡീറ്റെയിൽസ് ആയിട്ടും നിരീക്ഷിക്കുവാനും വരയ്ക്കുവാനും സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ A3 സൈസിനേക്കാൾ A4 സൈസിലുള്ള പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം NADയുടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് A4 ആണ്. അതേപോലെ തന്നെ ഡ്രൈ മീഡിയമായിട്ടുള്ള കളർ പെൻസിൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. NADയുടെ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ നിലവിലുള്ള ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുവാനും അതേപോലെ ടൈം മാനേജ് ചെയ്ത് ശീലിക്കുവാനും സാധിക്കും. കാരണം NADയുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കുട്ടികൾക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. NID എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ NID ഒരു ഡ്രീമായി കാണുന്ന കുട്ടികൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളിൽ കൂടി കടന്നു പോകുക. അതിനുശേഷം തങ്ങളുടെ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയയും കൃത്യമായി മനസ്സിലാക്കുക. വീക്ക് ഏരിയ കണ്ടെത്തിയതിന് ശേഷം കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതാക്കി മാറ്റുക. മറ്റൊരു പ്രധാന നിർദ്ദേശം, നിലവിൽ ഇവിടെ തുടർന്ന് വരുന്ന ടോപ്പിക് ബേസ്ഡ് ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ പിറകിലും അതേപോലെ ഫോട്ടോ റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ പിറകിലെയും അധികം പോകാതെ കുറേ കൂടി ക്രിയേറ്റീവായിട്ടുള്ള ഡ്രോയിങ് നേരത്തെ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. മേൽപ്പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ വേണ്ടതാണ് ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി. വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനും ക്രിയേറ്റീവായിട്ട് എഴുതുവാനും നന്നായി സംസാരിക്കുവാനുള്ള ഒരു ശേഷി NIDയുടെ ഫസ്റ്റ് സ്റ്റേജിലുള്ള എക്സാമിനേഷനും അതേപോലെ സെക്കൻഡ് സ്റ്റേജിലുള്ള ഇൻ്റർവ്യൂവിനും വളരെ അത്യാവശ്യമാണ്. NID സ്വപ്നം കാണുന്നവർക്ക് ഈ എക്സാം ഒരു ആസിഡ് ടെസ്റ്റ് ആയിരിക്കും. 2 ഘട്ടങ്ങളിലായി ചെക്ക് ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ ഓൾ റൗണ്ട് സ്കില്ലാണ്. ഇവൺ സെക്കൻഡ് സ്റ്റേജിൽ കുട്ടികളുടെ ബിഹേവിയർ അടക്കം ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡ്രോയിങ് സൈഡ് വീക്കായ കുട്ടികൾക്ക് ഈ എക്സാം വളരെ ടഫായിരിക്കും. ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷനിൽ കൂടി NID ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ സെഷനിൽ കൂടി NIDയെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. അടുത്ത സെഷനിൽ ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു ഉപരിപഠന സാധ്യതയെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.